അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കാന്ന്. ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റവ കൊണ്ടുള്ള വട. റവ വടയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. കീപ് വാച്ചിങ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായി ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് റവയിൽ ഒരു മീഡിയം സൈസുള്ള സവാളയും ഒരു ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് 10 മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് തുറന്ന് നോക്കുവാണ്. ഇത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഇതൊന്ന് കൈയിട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വേറൊരു പാത്രത്തിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കയ്യിൽ ഈ ഒരു മിക്സിങ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു ബോൾസ് ആക്കി എടുക്കുക. കയ്യിൽ നല്ലോണം വെള്ളം തടവിയതിനു ശേഷം ഓരോ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് പരത്തിയിട്ട് നടുക്കൊരു ഹോൾസ് ആക്കി കൊടുക്കുക. ഏകദേശം നമ്മൾ ഉഴുന്ന വടെല്ലാം ചുടുന്ന പോലെ. നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നാക്കിയിട്ട് ബോൾസ് ആക്കി എടുക്കുക. പിന്നെ ഇങ്ങനെ കയ്യിൽ പ്രസ് ചെയ്തിട്ട് നടുക്കൊരു റൗണ്ടായി കൊടുക്കുക. ഏകദേശം ഇന്നിവിടെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ആക്കിയിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിൽ വെള്ളം ആക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ എന്നാലും ഇത് കയ്യിൽ പറ്റാതിരിക്കും. അല്ലെങ്കിൽ കയ്യിൽ പറ്റിയിട്ട് നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് മറിച്ച് കൊടുക്കണം. എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടും.
നമ്മൾ പൊരിച്ചെടുത്ത റവ വടയൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിലാക്കി മാറ്റി വെക്കുന്നുണ്ട്, അതിൻ്റെ എണ്ണയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റവ വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സോസ് കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ നല്ല കിട്ടുന്ന ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.